ഹലോ. ഇന്നത്തെ കഥയുണ്ടല്ലോ, ഇച്ചിരി വിചിത്രമാണെന്ന് തോന്നിയേക്കാം, പക്ഷേ നടന്ന കാര്യമാണ് കേട്ടോ. ഒരു പൂജാരിയെ ഒരു കുട്ടി അങ്ങ് പ്രണയിക്കാൻ തുടങ്ങി. ഈ പൂജയ്ക്ക് വരത്തില്ലേ ഇങ്ങനെ, ശിവൻ്റെ അമ്പലത്തിൽ പൂജയ്ക്ക് വന്നതാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം അവിടെ നല്ല നല്ല എന്താ പറയുക, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റൈലുള്ള ഒരു പൂജാരിയായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ടാറ്റുവും അതും ഇതൊക്കെ കുത്തിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ നടപ്പ്. അപ്പോൾ ഒരു സിമ്പിൾ ലുക്കാണ്. ഈ പൂജാരി അവിടെ വന്നേ പിന്നെ ഈ അമ്പലത്തിലേക്ക് ഇഷ്ടംപോലെ പെൺകുട്ടികളുടെ വരവായി തുടങ്ങി കേട്ടോ. അതായത് ഭയങ്കര കണ്ടംപററി ആയിട്ടുള്ള ഒരു പൂജാരി. ആ പയ്യന് ഈ പറഞ്ഞ പോലെ ഈ ടാറ്റു കുത്താനും ബോഡിയൊക്കെ ബിൽഡ് ചെയ്യാനും ഒക്കെ ആയിട്ടായിരിക്കണം ഹി വാസ് എൻജോയിങ് ഇറ്റ് എന്നാണ് അറിയാൻ കഴിഞ്ഞു. അവസാനം ഈ പെൺകുട്ടി മാഡ്ലി ഇൻ ലവ് വിത്ത് ദറ്റ് ഗൈ. അയാളൊന്നും പറയുകയും ചിരിക്കുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, അല്ല വെറുതെ നോക്കും, എല്ലാവരെയും നോക്കുന്ന പോലെ ഒന്ന് കടക്കണ്ണിട്ടൊക്കെ നോക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവസാനം ഈ കുട്ടിക്ക് വിവാഹാലോചനകളൊക്കെ വരാൻ തുടങ്ങി. എന്ത് ചെയ്താൽ അമ്പിനും വില്ലിനും അടുക്കില്ല, കാരണവും പറയില്ല. പറയാൻ നാണക്കേട് കൊണ്ടായിരിക്കും. എല്ലാ തിങ്കളാഴ്ച ദിവസവും എന്താ പറയണ സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ പോകുന്ന കുട്ടി എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇല്ല, അത് വേണ്ട, ഇപ്പം വേണ്ട, ഇപ്പം വേണ്ട എന്ന് പറയാൻ തുടങ്ങിയെന്ന് അച്ഛനും അമ്മയ്ക്കും. പെൺകുട്ടി ടീച്ചറാണ്, അപ്പം അത് പുറത്ത് പറയാനും അവർക്ക്, കാരണം ടീച്ചറല്ലേ, നല്ലൊരു ഉദ്യോഗം ചെയ്യുന്ന, അതായത് കുട്ടികൾക്ക് പാഠം പറഞ്ഞു കൊടുക്കുന്ന. ഞാൻ ചിരിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത് കേട്ടോ. ഈ ബാലിശമായിട്ടുള്ള ഈ പ്രേമത്തിൽ അകപ്പെടരുതെന്ന് പറയാനുള്ള ഒരു കഥയായിട്ടാണ് ഞാൻ വരുന്നത്, അതുകൊണ്ട് പറയായിരുന്നു. ഈ പൂജ ചെയ്യുന്ന പയ്യന് 20-24 വയസ്സേ ഉള്ളൂ. പെൺകുട്ടിക്കാകട്ടെ 28 വയസ്സായി. അപ്പോൾ ഈ 4 വയസ്സിൻ്റെ ആ പയ്യൻ ഒന്നും വിചാരിച്ചിട്ടായിരിക്കില്ല, അദ്ദേഹത്തിന് ഇതൊരു ഈ പറഞ്ഞ പോലെ ഒരു രസം ഉണ്ടാവില്ലേ ഈ യുവത്വത്തിൻ്റെ ഇതിൽ നിൽക്കുമ്പോൾ. ഈ കുട്ടിയാണെങ്കിൽ വിവാഹം നടക്കാൻ വേണ്ടിയുമാണല്ലോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അറിയാമല്ലോ, ഒന്ന് സെറ്റിൽ ആവണം എന്നൊക്കെ ഉള്ള പ്രായമുള്ള കുട്ടിയായിരിക്കുന്നത്. അവസാനം ഭയങ്കര ബുദ്ധിമുട്ടാകാൻ തുടങ്ങി. അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു, അയ്യോ ഇതെന്താ ഇത്. അവസാനം ആ കുട്ടി തൻ്റെ ബ്രദറിനോട് കാര്യം പറയാണ്, ഇതുകൊണ്ടാണ് ഇങ്ങനെയെന്ന്. അപ്പോൾ ബ്രദർ ചോദിച്ചു, അയാൾ നിൻ്റെ അടുത്ത് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ നീ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചേ? അല്ല അങ്ങനെ നോക്ക്, എൻ്റെ ദൈവമേ, ആന മണ്ടി. ഈ 2020-ലാണോ ഇത്? 20-ൽ നടക്കുന്ന സംഭവമാണ്. 20-ലാണോ നീ ഈ പറയുന്ന ഇങ്ങനത്തെ എന്താ കണ്ണീർ കൊണ്ടുള്ള പ്രേമമൊക്കെ? അതൊക്കെ പണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തെ തീർന്നു എന്ന് ബ്രദർ പറഞ്ഞു. ഈ കൊച്ചു എന്ത് ചെയ്താൽ സമ്മതിക്കില്ല. ഈ കുട്ടി പോയിട്ട് ആ പയ്യനോട് സംസാരിക്കൂ എന്ന് പറയാണ്. ആര്? ഈ ബ്രദറിനോട് പറയാണ്. ബ്രദർ മൂത്തതാണ്. ബ്രദറും കല്യാണമൊക്കെ ഉറപ്പിച്ച് നിൽക്കുകയാണ്. ബ്രദർ ഡോക്ടറാണ്. അപ്പോൾ പുള്ളിക്കാരൻ സ്നേഹിച്ച് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഈ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് വേണം ബ്രദറിന് കല്യാണം കഴിക്കാനായിട്ട്. നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതിയൊക്കെ നോക്കും അല്ലേ, ബ്രദേഴ്സൊക്കെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ചിന്തിച്ചും ഒക്കെ ചെയ്യുന്ന കണ്ടോ. ഈ കുട്ടീനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് പുറത്ത് കൊണ്ടുവന്നതെന്ന് ഞാൻ പറയട്ടോ. പുറത്ത് വന്നു. അപ്പോൾ അതുകൊണ്ട് ആരും ടെൻഷനൊന്നും ആവണ്ട. 4 വയസ്സ് ഇളയ പയ്യനെയും ഇതും പൂജാരിയായിട്ടുള്ളൊരു പയ്യനെ, ഇത് വേറെ കാസ്റ്റുമാണ്, അവരും അക്സെപ്റ്റ് ചെയ്യൊന്നുമില്ല. എങ്ങനെയാണ് ആ ബ്രദർ മാറ്റിയെടുത്തതെന്നുള്ളതാണ് കേട്ടോ ഈ കഥ. ഇദ്ദേഹവും ഇതുപോലെ തന്നെ അടുത്ത ദിവസം കുട്ടിയുടെ കൂടെ ഇതിന് പോയി. തിങ്കളാഴ്ച ദിവസം ബ്രദർ പോയി കൂടെ. അപ്പം ഇയാൾ അതേപോലെ തന്നെ പല പെൺകുട്ടികളും വരുന്നുണ്ട്. ആ പെൺകുട്ടികളെയൊക്കെ എങ്ങനെ ഗ്ലാൻസ് ചെയ്ത് ഒരു ചെറിയ മന്ദസ്മിതം കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ എല്ലാം ഇങ്ങനെ മാറി നിന്ന് നോക്കുകയാണ്. ഈ പെൺകുട്ടിയുടെ ബ്രദർ എന്നാൽ പയ്യന് മനസ്സിലായിട്ടൊന്നും ഉണ്ടാവില്ല. ആ പയ്യന് ശ്രദ്ധിക്കുന്നേ ഇല്ല, ഒരു പ്രത്യേക ശ്രദ്ധയൊന്നും ഈ കുട്ടിക്ക് കൊടുക്കുന്നില്ല. ഈ ഓരോ പെൺകുട്ടികൾക്കും തോന്നുന്നുണ്ടാകും ഇയാൾ കടാക്ഷിക്കുകയാണെന്നുള്ളത്. എങ്ങനെ ഇരിക്കുന്ന പയ്യനാണെന്ന് ഞാൻ പറയട്ടെ. നമ്മുടെ ദേവരാഗം സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങൾ പണ്ട്? ഇപ്പോൾ ഈ കൊച്ചുകുട്ടികളൊന്നും അത് കണ്ടിട്ടുണ്ടാവില്ല, എന്നാലും കണ്ടിട്ടുണ്ടാവില്ലേ പാട്ട്? ശശികല ചാർത്തി ആ പാട്ടുള്ള സിനിമയിൽ കണ്ടിട്ടില്ലേ? നമ്മുടെ ഇദ്ദേഹം വരുന്നത്, നമ്മുടെ അരവിന്ദ് സ്വാമി വരുന്നത്, അത് തന്നെയാണ് കഥ ഇവിടെ. അരവിന്ദ് സ്വാമിയുടെ പോലെ ഇരിക്കുന്നത്, കുറച്ച് ടാറ്റു ഒക്കെ ഉണ്ടെന്ന് മാത്രം, കയ്യിലും അതൊക്കെ ശിവനെ വെച്ചിരിക്കുന്നത്, ശൂലമൊക്കെ ആയിട്ട്. അപ്പം മനസ്സിലായോ, പുള്ളി ആ സ്പിരിച്വലുമാണ്. എന്നാൽ ഇത് കുറച്ചൊരു ഇതൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഉണ്ട്. അപ്പം ഈ പെൺകുട്ടി വന്നിട്ട് അവിടെ വന്ന് നോക്കുന്നുണ്ട്, ബ്രദർ നോക്കുന്നുണ്ട്. ബ്രദർ തിരിച്ചു വന്നിട്ട് കാറിൽ കയറിയിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നും മോള്, നീ എനിക്ക് 10-28 വയസ്സായി, കുട്ടികളെ പഠിപ്പിക്കണല്ലേ, നീ സ്കൂളിൽ പോ കറക്റ്റായിട്ട്. 9 മണിക്ക് ബെല്ലടിക്കൂലേ, അതിന് മുമ്പ് നീ സ്കൂളിൽ പോയി കയറി, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്യാം, ഞാൻ നിൻ്റെ അടുത്ത് വന്നു പറയാം. ചേട്ടൻ എനിക്ക് എന്തായാലും അവനെ തന്നെ കല്യാണം കഴിക്കണം പറയാട്ടോ. ഇദ്ദേഹം പറയാം, നീ നീ വൈകുന്നേരം ആകുമ്പോൾ വരുമ്പോൾ ഞങ്ങൾ നിൻ്റെ അടുത്ത് പറയാം, ഒരു റിസൾട്ട് പറയാമെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം അവിടെ ഇരുന്നു ഈ കുട്ടിനെ കൊണ്ടേ
ആക്കിയിട്ട് തിരിച്ചു വന്നു മെനക്കെട്ട്. ആ ബ്രദറിനെ എനിക്ക് എന്തൊരു ഇഷ്ടമായെന്നറിയാം. ഇത് ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ടിൻ്റെ അനുഭവമാണ് കേട്ടോ ഈ പറയുന്നത്. അപ്പം പുള്ളിക്കാരൻ എൻ്റെ ഫ്രണ്ടല്ല, കോമൺ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് അറിയാൻ പോകുന്നില്ല ആർക്കും, ഞങ്ങൾക്ക് മാത്രം 2-3 പേർക്ക് മാത്രം അറിയാവുന്നുള്ളൂ. എന്നോട് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ചേച്ചി ഇതൊന്നും ഒരു സ്റ്റോറി ആയിട്ട് ചെയ്തോളൂ കേട്ടോ എന്ന് അയാൾ പറയായിരുന്നു. ഇപ്പം കുട്ടികളൊക്കെ ഇങ്ങനെ വിചാരിക്കില്ലേ, ഈ 28 വയസ്സായാലും ഈ സമയത്ത് ഈ സോഷ്യൽ മീഡിയയൊക്കെ ഇങ്ങനെ ഉള്ള സമയത്ത് ഈ ഒരു കടാക്ഷം കൊണ്ട് ഇങ്ങനെ വിചാരിക്കുമോ? ഈശ്വര, ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ ബ്രദർ പറഞ്ഞു, ഈ പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, അയാൾക്ക് അറിയൊന്നുമില്ല. അയാളുടെ അടുത്ത് പറഞ്ഞു, എന്നും ഇവിടെ വരാറുണ്ട്, ഇങ്ങനെ ഇതാണ് നക്ഷത്രം ഇങ്ങനെ പറയുമ്പോൾ സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യുമ്പോൾ ഇത് വായിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പയ്യനോട് ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ പയ്യന് നാണോ ആകുന്ന മരിക്കണം. അപ്പം ഞാൻ കാനഡയിൽ പോകാനായിട്ട് നിൽക്കുക, ബിടെക്കാ. അപ്പോൾ അതിന് ഉള്ളിലുള്ള ഒരു ഗ്യാപ്പ് ടൈമിൽ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ ഇതെന്ന് ആ പയ്യൻ പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ എല്ലാവരെയും നോക്കി ഒന്ന് ചിരിക്കാറുണ്ട്, അത്രേ ഉള്ളൂ. ഞാൻ വേറെ ഒന്നും വിചാരിച്ചിട്ടില്ല. അയ്യോ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള പയ്യൻ. അപ്പോൾ ഈ ബ്രദർ വിചാരിക്കണേ, ഷെടാ ഇവനൊരു കുറച്ചും കൂടെ മൂപ്പൊക്കെ ഉള്ളതാണെങ്കിൽ ചോദിച്ചു നോക്കായിരുന്നു, വിവാഹം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്കായിരുന്നു. അവൻ അങ്ങനെ ഒരു ഇൻറ്റൻഷനേ ഇല്ല. ഹി ഈസ് ഗോട്ട് ഹിസ് ഓൺ ഐഡിയാസ്, ഡ്രീംസ്. ഇപ്പോഴേ അങ്ങനെ ഇതിലൊന്നും പോയിട്ട് കല്യാണം കഴിച്ച് പോകണമെന്നൊന്നും ചിന്തയുള്ള ഒരാളല്ല കേട്ടോ. അത് കഴിഞ്ഞ് ഇയാൾ തിരിച്ചിനി പറഞ്ഞു, ഇയാൾ ഓക്കെ ആയി. അപ്പം മനസ്സിലായി അതൊന്നും അല്ലെന്ന് മനസ്സിലായി. ഇനി വീട്ടിൽ വന്നിട്ട് ഈ പെൺകുട്ടനെ എങ്ങനെ മനസ്സിലാക്കിക്കും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇയാൾ പറഞ്ഞു, നീ എന്താണ് അതായത് ബ്രദർ ചോദിക്കുകയാണ് സിസ്റ്ററിൻ്റെ അടുത്ത്, നീ എന്താണ് ആ മനുഷ്യനിൽ കണ്ട ആ പയ്യനിൽ കണ്ട ഒരു ഇത് എന്ന് ചോദിച്ചപ്പോൾ, നല്ല രസമല്ലേ ചേട്ടാ അവനെ കാണാൻ, അങ്ങനെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് ശരി, നീ ബാഹ്യ സൗന്ദര്യത്തിൽ മാത്രമാണോ നീ അതിനകത്ത് വീണിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, വേറൊന്നും വേറൊന്നും അവിടെ കാണാനില്ലല്ലോ, ഒരു ഭംഗി ഇതൊക്കെയല്ലേ നോക്കിയുള്ളൂ. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു, നോക്കൂ അവിടെ ഇഷ്ടം, ഇപ്പം നമ്മളൊരു ആക്ടർ റഹ്മാൻ എന്ന് പറഞ്ഞൊരു ആക്ടറില്ലേ, ഞാനൊക്കെ ചെറുപ്പത്തിലെ എന്തായിരുന്നു ഫാൻ എന്നറിയാവോ. അപ്പോൾ ആ റഹ്മാനെ കാണുമ്പം അദ്ദേഹം പറഞ്ഞ അതേ കാര്യമാണ്. ഈ കുറച്ച് ഇതുള്ള സമയത്തൊക്കെ അദ്ദേഹത്തിന് ഇങ്ങനെ പെൺകുട്ടികൾ ഇങ്ങനെ പുറകിൽ നടക്കും, അത് അവർ എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ ഒരാളെ പോലും അല്ല റഹ്മാൻ കല്യാണം കഴിച്ചത്. അറ്റ്ലീസ്റ്റ് കുഞ്ചാക്കോ ബോബൻ അതിൽ ഒരാളെ കല്യാണം കഴിച്ചു കേട്ടോ. അപ്പോൾ ഏതായത് ഈ ഫാൻസിൻ്റെ കാര്യം പറഞ്ഞു തന്നെയാണ്. എല്ലാവരെയും അവർക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. നിന്നേക്കാളും ഇളമയുള്ള പെണ്ണുങ്ങൾ അവിടെ വരണ്ട്, 22-23 വയസ്സൊക്കെ ഉള്ള പെൺകുട്ടികൾ വരണ്ട്. അവരെ നോക്കി ഇദ്ദേഹം ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണത്തിനെ അയാൾ വിവാഹം കഴിക്കുകയൊക്കെ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ? ഇല്ല, ഒരാളെയല്ലേ അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. കൃഷ്ണൻ 12,008 ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവർക്കും പറ്റുമോ? അതെന്തിനാണെന്ന് വെച്ചാൽ അത് ആ സ്ത്രീകളെ ആ അനാഥത്വത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഡയലോഗാണ് ഭാഗവതത്തിലെ. അതിലൊന്നും പോയി നീ വീഴരുതെന്ന് ഈ ആങ്ങളെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഈ കൊച്ചു കരച്ചിലും ബഹളവും വിഴിച്ചിലും ഒക്കെയായി അവസാനം അച്ഛനില്ല അവർക്ക്. അപ്പോൾ പിന്നെ ഒരു കൗൺസിലറിൻ്റെ അടുത്ത് കൊണ്ടുപോകണം. അങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് വന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇതേപോലെ ആങ്ങളെ 18 നോക്കി. അവസാനം ഈ ലേഡി പറഞ്ഞു, നിങ്ങൾക്ക് മോൾക്ക് വിവാഹം കഴിക്കാനായിട്ട് ഇതുപോലെ തന്നെയുള്ളൊരു പയ്യൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അത് വെൽ സെറ്റിൽഡ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ, അതേ മോളുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ളത്. അപ്പോൾ സച്ചിൻ തെണ്ടുൽക്കറിനെ പറ്റി പറഞ്ഞു ഈ കുട്ടി. സച്ചിൻ തെണ്ടുൽക്കർ മൂത്ത ലേഡീനെ അല്ലേ കല്യാണം കഴിച്ച്, എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് കുറേ ഒരു 5-6 സെഷൻ കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് മാറാനൊക്കെ തുടങ്ങി കേട്ടോ. ഒരു സ്കൂളിൽ പോകുന്നില്ല, പഠിപ്പിക്കാൻ പോകുന്നില്ല, ലീവ് എടുത്തിരിക്കുകയാണ്, മെഡിക്കൽ ലീവൊക്കെ എടുത്തിരിക്കുകയാണ് കുട്ടി. അവസാനം ഇവരുടെ തന്നെ ഒരു റിലേറ്റീവായിട്ടുള്ള ഒരാൾ വരികയാണ് ഈ കുട്ടിക്ക് കല്യാണം ആലോചിച്ചുകൊണ്ട്. എന്ത് മറിമായാണെന്ന് അറിയില്ല, ആ പയ്യനില്ലേ, ആ ശിവൻ്റെ നടക്കായിരുന്നു പൂജ ചെയ്തുകൊണ്ടിരുന്ന പയ്യൻ ഇങ്ങനെ സംഭവിക്കുമോ? അതേപോലെ തന്നെ ഇരിക്കുന്ന ഒരു പയ്യൻ. അതെങ്ങനെയാണെന്നാണ് ചിലപ്പോൾ ഈ കുട്ടി അത്രയും പ്രാർത്ഥിച്ചാണ്. എന്നെ ഇത് കേൾക്കുന്നവർ എന്നെ തല്ലാൻ വരില്ല, ഞാൻ നടന്ന സംഭവമാണ് പറയണേ. ഏകദേശം കുറച്ച് ഇങ്ങനെ അതേപോലെയുള്ള ഇവരുടെ ഭാഗ്യം, ഈ ഡോക്ടറുടെ ഭാഗ്യം. പക്ഷെ ഇത് ഞാനിതൊരു തമാശ രൂപേണ പറയണമെന്ന് പറയട്ടെ, ആ കുട്ടി മനസ്സിൽ അത്രയും ഭജിച്ച് കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. ആ രൂപത്തിന് മനസ്സിലായില്ലേ, അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതല്ല, ആ രൂപം
മനസ്സിലങ്ങ് പതിഞ്ഞിട്ട് ഇങ്ങനെയായിരിക്കും പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എനിക്കിത് നടത്തി തരണേ നടത്തി തരണേ, എന്നിട്ട് ഈ മനസ്സിൽ ഇതായിരിക്കും, ഈ രൂപമായിരിക്കും. പക്ഷേ നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് അത്, നമ്മുടെ പ്രെയറാണ് അവിടെ ആൻസർ ആയത് അല്ലേ? നിങ്ങൾക്ക് തോന്നുന്നില്ലേ എന്നെ കേൾക്കുന്നവർക്ക്? അല്ലേ? ഇതിനകത്തൊരു ലോജിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഇത് നടന്ന കഥയാണെന്ന് മാത്രം പറയാം ഞാൻ. കാരണം ഇതിൻ്റെ ലോജിക്ക് തിരഞ്ഞു പോകാൻ പറ്റില്ലല്ലോ. കാരണം ഇതൊക്കെ മൂടിയിടേണ്ട കാര്യങ്ങളല്ലേ, ഒരാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറിച്ചെടുത്തിട്ട് കളഞ്ഞ കാര്യമാണ്. പക്ഷെ ഞാനത് നിങ്ങളുടെ അടുത്ത് പറയാണ്. കാരണം ചില സമയങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കും എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ്. അപ്പം കുറേ നേരം കൊണ്ട് ആ കൗൺസിൽ ചെയ്യുന്ന ആ ലേഡി ആലോചിക്കുന്നുണ്ട്, ഈ കുട്ടി ഇത്ര ഡീപ്പായിട്ട് സ്വയംവര പുഷ്പാഞ്ജലി ചെയ്തിട്ട് ആ നടക്കെ പോയി നിന്നിട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമ്മൾ ശിവൻ ഇതൊന്നും നിങ്ങൾ ആക്കല്ലേ. ക്രിസ്ത്യനായാണെങ്കിലും നമ്മൾ അന്തോണീസ് പുണ്യാളുടെ അവിടെ പോയിട്ട് ആൾക്കാർ പ്രാർത്ഥിക്കില്ലേ, ഇന്ന ആൾക്ക് എനിക്ക് നടത്തി തരണേ നടത്താൻ. അത് നമ്മളും യൂണിവേഴ്സുമായിട്ടുള്ളൊരു സംവാദമാണ് അല്ലേ? അപ്പോൾ ഇതൊരു നല്ല കഥയായിട്ട് വരണമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഈ എന്താ പറയുക, ഒരു വഞ്ചനയുടെയും ഇതിൻ്റെയൊക്കെ കഥ കാരണം എനിക്ക് തന്നെ അതാണ് നിറച്ചു ഉള്ളത് എൻ്റെ കയ്യിൽ. അത് പറഞ്ഞൊക്കത്തുള്ളല്ലോ, ഓരോരോ ടൈപ്പിലുള്ള സ്റ്റോറീസ് അല്ലേ ലൈഫിൽ വരിക. അപ്പം ഇതും ജീവിതത്തിൻ്റെ ഒരു ഏടാണല്ലോ അല്ലേ? പെൺകുട്ടികളുടെ മനസ്സിലേക്ക് കടന്നു കയറുന്നതേ പിള്ളേർ, ആൺകുട്ടികൾ. ഞാനിപ്പോൾ വേറൊരു കാര്യം പറയട്ടെ. എൻ്റെ കൗമാരത്തിൽ ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്, ഈ രതീഷ് എന്ന് പറഞ്ഞൊരു നടനുണ്ടായി, അദ്ദേഹം മൺമറഞ്ഞു പോയിട്ടോ. അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിച്ചത് ഡയാന എന്ന് പറഞ്ഞിട്ട്, രണ്ടുപേരും എന്തൊരു ചർച്ചയായിരുന്നു എന്നറിയോ. അന്നൊക്കെ ഈ നാന പോലത്തെ മാഗസിൻസൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കണതാണ്. എൻ്റെ വീട്ടിൽ വാങ്ങിക്കില്ല. അമ്മയ്ക്ക് അതൊക്കെ വാങ്ങിച്ച അമ്മ പറയണേ ഞാൻ എൻ്റെ പഠിത്തം ഉഴപ്പും അങ്ങനെയൊക്കെയാണ്. നിങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് പഠിക്കാൻ പറ്റുന്നതല്ലേ പഠിച്ചുള്ളൂ എന്നിട്ടും. അപ്പോൾ അതിലിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം എങ്ങനെയോ അതൊരെണ്ണം സംഘടിപ്പിച്ച് ഞാനത് കൊണ്ടുവന്ന്, എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. സിനി ചേച്ചിയാണെന്ന് തോന്നുന്നു, എൻ്റെ കസിൻ. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് അത് നോക്കുന്നത്. സിനി ചേച്ചിക്ക് ഓർമ്മയുണ്ടാവുമോ? ഞാനിങ്ങനത്തെ പരിപാടികളിലൊക്കെ ഭയങ്കര സാധനമാണ്. ഇത് കൊണ്ടുവന്നിട്ട് പിന്നെ കാണിച്ചു കഴിഞ്ഞ് പിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല വീട്ടിലേക്ക്, എവിടെയെങ്കിലും കത്തിച്ച് കളയണം, അല്ലെങ്കിൽ അമ്മ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നല്ല ചുട്ടടി കിട്ടും. അപ്പോൾ ഈ നാന തുറന്നിട്ട് ഞങ്ങൾ ബാക്ക് സീറ്റിൽ ഫ്രണ്ട് ഇതിലൊക്കെ ഉണ്ടായിരുന്നു. ഇത്ര നേരം നോക്കിയിരുന്നു എന്ന് പറയാം. എനിക്ക് ഭയങ്കര നഷ്ടബോധമായിരുന്നു ആ സമയത്ത്. ഒരുപാട് പ്രായം കൂടുതലുണ്ടാവും എന്നേക്കാളും, എന്നാലും ആ സമയത്ത് ഈ സിനിമാ നടൻ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരുന്നൊരു മനസ്സാണ്. ഒരുപാട് ഇരുന്ന് വിഷമിച്ചു, അയ്യോ കഷ്ടമായി പോയി എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അത് മറന്നു. റഹ്മാൻ വന്നു. മമ്മൂട്ടിയും മോഹൻലാലിനെയൊന്നും പ്രേമിക്കാൻ പോയിട്ടില്ല കേട്ടോ. അതെന്താണെന്നറിയില്ല, അവരെ ഒരു വലിയേട്ടന്മാർ പോലെയാണ് കണ്ടിരിക്കുന്നത്. ഈ റഹ്മാൻ വന്നു കഴിഞ്ഞപ്പോൾ അയ്യോ കാണാൻ പറയത്ത് സിനിമയും വന്നതോടുകൂടി അതവിടെയായി പിന്നെ എപ്പോഴും ശ്രദ്ധ. എന്നാലും അദ്ദേഹത്തിന് ഒരു ചോക്ലേറ്റ് ഇത് പരിവേഷം. പിന്നെ കുഞ്ചാക്കോ ബോബനൊക്കെ വന്നപ്പോൾ നമ്മളെക്കാളും താഴെ ഏജ് കുറവുള്ള ആൾക്കാരെ നമ്മളതൊക്കെ മറന്നു വിട്ടു. സോ ഞാനത് ഒരു ലൈറ്റർ നോട്ടിൽ ഇന്നൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ വന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് 2-3 ദിവസം കൊണ്ട് ഇത് തന്നെ പറഞ്ഞായിരുന്നാണ് കേട്ടോ. സോ യു ടേക്ക് ദിസ് അപ്പ്. ആ കുട്ടി കല്യാണത്തിന് വന്ന കല്യാണം സമ്മതിച്ചു, ഗ്രാൻഡായിട്ട് നടന്നു. ഇപ്പോൾ 2 വർഷമായിട്ട് നല്ല സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ആ കുട്ടിക്ക് കേൾക്കുകയാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റുമായിരിക്കും, അവരെന്നെ കേൾക്കുന്നൊന്നല്ലായിരിക്കും. ഷീസ് ഇൻ US. അപ്പോൾ അതുകൊണ്ട് ഇല്ലായിരിക്കും. കുട്ടികളായോ അതൊന്നും എനിക്കറിയില്ല. എൻ്റെ അടുത്ത് ആ കൗൺസിലർ പറഞ്ഞ വിവരം മാത്രമാണ്. സോ ദാറ്റ് ഈസ് വാട്ട് ഐ ആം ടെല്ലിങ്. ഇത്രയേ ഉള്ളൂ, അവരുടെ വിവരം അത്രയേ ഉള്ളൂ. അവർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. സോ ഒരു ഫാൻറ്റസിയിൽ നിന്നും ഒരു എന്താ പറയുക, റിയൽ ലൈഫിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകാൻ അതുപോലെ ഒരു ഹീറോ വന്നല്ലോ അല്ലേ? സോ നമുക്ക് ഇതൊരു നല്ല സ്റ്റോറി ആയിട്ട് എടുക്കാം. കുട്ടികൾ പക്ഷെ ഒരു കാര്യം കൂടെ ആലോചിച്ചോളൂ കേട്ടോ. ഇതിനകത്തൊരു ടേക്ക് അവേയും കൂടെ ഞാൻ പറഞ്ഞേക്കട്ടെ. ജസ്റ്റ് ഡോണ്ട് ഗെറ്റ് അട്രാക്റ്റഡ് ടു ദിസ് എന്താ പറയുക മാസ്കുലിനിറ്റിയും പിന്നെ ബാഹ്യ സൗന്ദര്യമൊന്നും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കരുത് കേട്ടോ. അത് ലക്കിലി അങ്ങനെ വന്നു എന്ന് കരുതിയിട്ട് നമുക്കതുപോലെ കിട്ടാതെ ആവുമ്പോഴേ ചിലപ്പോൾ അതുപോലെ കിട്ടിയില്ല, അത് നടന്നില്ല എങ്കിൽ വേറെ വിവാഹം കഴിക്കേണ്ടി വന്നാൽ, ഇപ്പം ആ കുട്ടിക്ക് ഇതുപോലെ വന്നു കോയിൻസിഡൻ്റലി എന്ന് മാത്രമേ ഉള്ളൂ. അത്രയും അവരുടെ ബ്രദറിൻ്റെയും ആ മനസ്സ് കണ്ടില്ലേ എല്ലാവരുടെയും. ആ കുട്ടീനെ നല്ലപോലെ നർച്ചർ ചെയ്ത് കൊണ്ടുവന്ന ഒരു കുട്ടിയല്ലേ. അങ്ങനെയുള്ള അതുകൊണ്ടായിരിക്കും അവർ രക്ഷപ്പെട്ടത്. ഞാൻ പറഞ്ഞു വന്നത്, ഡോണ്ട് ഗീവ് ഇമ്പോർട്ടൻസ് ടു ദീസ് കൈൻഡ് ഓഫ് ഫിസിക്കൽ അപ്പിയറൻസസ് കേട്ടോ. ഇത് നേരെയായി പോയെന്ന് എഴുതിയിട്ട് ഞാനും അങ്ങനെ വിചാരിക്കും. അങ്ങനെ വിചാരിക്കേണ്ട, അതിന് മാത്രമല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ലൈക്ക് വെദർ ഹീ ഈസ് കമ്പാറ്റബിൾ ടു യുവർ കൈൻഡ് ഓഫ് മെൻ്റൽ ഇത്. ഞാൻ കുറച്ച് ടോക്കറ്റീവ് അല്ലേ, ഐ എം ലൈക്ക് എ പാരറ്റ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാരറ്റിൻ്റെ സിഗ്നൽസ് ഇങ്ങനെ എല്ലാ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും. അവർ പറഞ്ഞ് നിനക്ക് പറ്റിയതാണ്,
ബിക്കോസ് ഐ ടോക്ക് ലൈക്ക് പാരറ്റ് കണ്ടിട്ടില്ലേ, വായിച്ച ചൂടാതെ ചെക്ക് പറഞ്ഞു തുടങ്ങി. നിൻ കൂം പൂം എന്ന് പറയില്ലേ, അതിനെ നിൻ കൂം പൂ അങ്ങനെയല്ലേ പറയാം പാരറ്റ്. പാരറ്റിന് സ്വന്തമായിട്ട് ചിന്തിച്ചല്ല പറയുന്നത്, ഇറ്റ് ജസ്റ്റ് റിപ്പീറ്റ്സ് വാട്ട് എവർ വി ആർ ടോക്കിംഗ്, വാട്ട് എവർ വി ആർ ടീച്ചിങ് ഇറ്റ്. ഞാൻ അങ്ങനെയല്ല, ഞാൻ എൻ്റെ ചിന്തിച്ച് പറയും, പക്ഷെ ഞാൻ നോൺ സ്റ്റോപ്പായിട്ട് ഞാൻ സംസാരിക്കും. എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ടോക്കറ്റീവ് അല്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അദ്ദേഹത്തിനും എൻ്റെ മകൾക്കും ടോക്കറ്റീവ്നെസ്സേ ഇഷ്ടമല്ല. ഞാൻ പറയുന്നത് ഓക്കെയാണ്, റേഡിയോ ഓൺ ചെയ്ത പോലെ അവരെന്നോട് പറയും, ഒരു റേഡിയോ ഓൺ ചെയ്ത പോലെ, എന്തെങ്കിലും പറ കേൾക്കട്ടെ, പഴയ കഥ പറയൂ എന്ന് പറയും. എൻ്റെ മോളും എൻ്റെ ഹസ്ബൻഡും അപ്പുറത്തും വന്ന് കിടന്നിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ എന്നോട് പറയണം എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ. അപ്പം ഞാൻ പറയും ഞാനെന്താ റേഡിയോ ആണോ എന്ന് ചോദിക്കും മോളോട്. അപ്പോൾ അമ്മയുടെ കയ്യിൽ അത്രയും സ്റ്റേഷൻസിൽ ട്യൂൺ ചെയ്ത് സംസാരിക്കാവുന്ന വിഭവങ്ങളുണ്ട്, അമ്മ പറയും ഞങ്ങൾ കേൾക്കട്ടെ എന്നൊക്കെ പറയുമായിരുന്നു. ആൻഡ് ബോത്ത് ഓഫ് ദം വിൽ റിയലി എൻജോയ്. അപ്പം അങ്ങനെ എന്താ പറയുക, ഒരാൾ സംസാരിച്ചിട്ടില്ലെങ്കിലും അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്താലും മതി അല്ലേ. സോ എന്നെ കേൾക്കുന്ന യങ്സ്റ്റേഴ്സ്, you just take it in a very broad perspective your life, കേട്ടോ. just don't construe it into the physical appearance എന്ന് പറഞ്ഞാൽ ഒരു കമ്പാറ്റബിലിറ്റി ഒക്കെ മതി. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ നന്മ കാണുക ഒരു മനുഷ്യൻ്റെ. ചിലപ്പോൾ ഭംഗിയില്ലാത്ത ആളാണെങ്കിലും അദ്ദേഹം ആയിരിക്കും ഏറ്റവും കൂടുതൽ നമ്മളെ കൊണ്ട് നടക്കുക. അതുകൊണ്ട് ഭംഗി എന്ന് പറയുന്നത് ഈ ഫിസിക്കൽ അപ്പിയറൻസ് വലിയ കാര്യമായിട്ടൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കരുത് കേട്ടോ. അപ്പം നാളെ ഇതുപോലെ ഒരു സ്റ്റോറി ആയിട്ട് വരുന്നതായിരിക്കും. സ്റ്റോറീസൊക്കെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ സ്റ്റോറി ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, ഓസ്ട്രേലിയയിൽ പോയി സെറ്റിലായ ഒരു സ്റ്റോറിയുടെ കഥ പറയാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. അത് പിന്നെ ഞാൻ പറയാം ഒരു ദിവസം, നോക്കട്ടെ ആ സിറ്റുവേഷൻ മാറി വരികയാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ. ഇപ്പോൾ അത് പറയണില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇന്ന് ഈ സ്റ്റോറി ആയിട്ട് വന്നത്. ഓക്കെ ദെൻ ബൈ.